മമ്മൂട്ടി മലയാളത്തിന്റെ മഹാനടൻ, ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ. ഏതാണ്ട് 400-ലധികം സിനിമകൾ നമ്മൾക്ക് മുന്നിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്ര തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ചെയ്തൊരു അഭിനേതാവ്. ഇന്ന് അദ്ദേഹത്തിന്റെ പുതിയൊരു സിനിമ റിലീസായി. ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 400-ലധികം സിനിമകളിൽ എവിടെയും അദ്ദേഹം ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ മമ്മൂട്ടിയാണ് ഏറ്റവും പുതിയ മമ്മൂട്ടി എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കളങ്കാവൽ എന്ന സിനിമ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതൊരു നല്ല തിയേറ്റർ അനുഭവമാക്കി മാറ്റുന്നത് മലയാളത്തിന്റെ മഹാനടന്റെ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രത്തിന്റെ മികവാണ്. ഈ സിനിമയിൽ 2 പ്രധാന കഥാപാത്രങ്ങളാണുള്ളത്. ഒരു സീരിയൽ കില്ലറും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും. അന്വേഷണ ഉദ്യോഗസ്ഥനായി വിനായകൻ പെർഫോം ചെയ്യുന്നു, വില്ലനായി മമ്മൂക്കയും. ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ് മമ്മൂട്ടി. മമ്മൂട്ടിയെ സംബന്ധിച്ച് ഈ തിരക്കഥ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇതിലേത് കഥാപാത്രം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ അദ്ദേഹം നായകനായ കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുന്നില്ല, മറിച്ച് വില്ലനായ കഥാപാത്രത്തെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിന് മമ്മൂട്ടിയുടെ മനസ്സും ചിന്തയും പാകപ്പെട്ടു എന്നിടത്താണ് മമ്മൂട്ടി മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാളാവുന്നത്, ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാവുന്നത്. മമ്മൂട്ടിയെ മറ്റ് അതുല്യരായ അഭിനേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്ക്രീനിൽ പകർന്നാടിയ 400-ലധികം കഥാപാത്രങ്ങളോളം തന്നെ പ്രാധാന്യമുണ്ടാവും അദ്ദേഹം ഈ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് കാണിച്ച മനസ്സിനും ചിന്തയ്ക്കും. അത്രത്തോളം ഷാർപ്പായിട്ടാണ് ആ മനുഷ്യൻ ഓരോ കഥാപാത്രങ്ങളെയും തിരഞ്ഞെടുക്കുന്നതെന്ന് അടിവരയിട്ട് പറയാം. ഇപ്പോൾ 75 വയസ്സിലേക്ക് എത്തുന്ന മമ്മൂക്ക അദ്ദേഹത്തിന്റെ പുതിയൊരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു കണ്ണിങ്നെസ് ഉണ്ട്. തന്നിലെ അഭിനേതാവിനെ എപ്പോഴും തൃപ്തിപ്പെടുത്തുക എന്ന നടന്റെ അടങ്ങാത്ത ആവേശമുണ്ട് ആ മനുഷ്യന്റെ ഓരോ തിരഞ്ഞെടുപ്പിലും. കളങ്കാവലിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു ഷാർപ്നെസ് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് പറയാം. കളങ്കാവലിലെ 2 കഥാപാത്രങ്ങളിൽ ഏതും മമ്മൂക്കയ്ക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. നായകനായ വിനായകന്റെ കഥാപാത്രം മമ്മൂക്ക ഒരു പക്ഷെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരു പുതുമയും ഈ സിനിമയ്ക്ക് അവകാശപ്പെടാൻ ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം 1980-കളുടെ കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് മലയാളത്തിലെ മികച്ച ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളിലെല്ലാം നായകനായി, ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥനായി പകർന്നാട്ടം പല രീതിയിൽ നടത്തിയ അഭിനേതാവാണ് മമ്മൂക്ക. അദ്ദേഹം ഒരിക്കൽ പോലും വില്ലനായി ഇത്തരമൊരു ചിത്രത്തിൽ വന്നിട്ടില്ല. എവിടെയും കോംപ്രമൈസ് ചെയ്യാത്ത, എവിടെയും യാതൊരു സെന്റിമെന്റ്സും പ്രേക്ഷകന് തോന്നാത്ത ഒരു വില്ലൻ കഥാപാത്രം. അതും സ്ത്രീകളെ തെരഞ്ഞ് കണ്ടുപിടിച്ച് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ചതിന് ശേഷം കൊന്നുകളയുന്ന വളരെ ക്രൂരനായ ഒരു സൈക്കോപാത്ത്. ഇത്രയും ക്രൂരനായ ഒരു വില്ലൻ കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച ഒരു സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. മമ്മൂക്ക അദ്ദേഹത്തിന്റെ കരിയറിന്റെ മറ്റൊരു തലത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കോടി ക്ലബ്ബുകളൊന്നും അദ്ദേഹത്തെ ഭ്രമിപ്പിക്കുന്നില്ല, മറിച്ച് തന്നിലെ അഭിനേതാവിനെ തൃപ്തിപ്പെടുത്തുക എന്ന അടങ്ങാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ മമ്മൂട്ടിയിൽ നിന്ന് ഇനിയും അത്ഭുതങ്ങളേറെ പ്രതീക്ഷിക്കാം. നാളെ മമ്മൂട്ടി ഏത് തരത്തിലുള്ള കഥാപാത്രമായാവും അദ്ദേഹത്തിന്റെ സിനിമകളിൽ വരിക എന്നുള്ളതാവും ഇനി അങ്ങോട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഓരോ മമ്മൂട്ടി ചിത്രങ്ങളിലും പ്രേക്ഷകന്റെ ഏറ്റവും വലിയ കാത്തിരിപ്പ്.